ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ എന്തിനാ ബിഗ് ബോസ് ഇതിനകത്ത് നിർത്തുന്നത്? ഓണത്തിന് സദ്യ കൊടുത്ത് പറഞ്ഞു വണ്ടിക്കൂലിയും കൊടുത്ത്. നമസ്കാരം, ഏവർക്കും ഉത്രാട ദിനാശംസകൾ. ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക. കഴിയുന്നതും യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ കെയർ ചെയ്ത് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. അനീഷിനെ പേടിച്ച് അഫ്വാനിയും അക്ബറും ഓടി രക്ഷപ്പെട്ടു. അനുമോളെ ജിയോ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് പ്രകാരമാണ് ഓണവിഭവം തയ്യാറാക്കാൻ ബിഗ് ബോസ് ചുമതലപ്പെടുത്തി. ഹൗസ് അംഗങ്ങൾക്കാകെ ഞെട്ടിയിരിക്കുകയാണ്. കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലായി ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് വെളിയിൽ നിൽക്കുന്നവർക്കറിയാം അനുമോൾക്ക് നമ്പർ 1 ഇതിലാണ് ഇപ്പോൾ പോകുന്നത് വോട്ടിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം വോട്ടിങ് കാണിച്ചത്. അപ്പോൾ അനുമോടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളിൽ കിടക്കുന്ന കണ്ടസ്റ്റൻസിനും ഒന്ന് മനസ്സിലാക്കാൻ ബിഗ് ബോസ് ചെയ്ത ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ അങ്ങനെ വന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ശരി, അനുമോളെയാണ്. അപ്പോൾ ഈ ക്യാമ്പിനുള്ളിൽ, ഹൗസിനുള്ളിൽ ആകെ ഒരു ഞെട്ടലോടാണ് ഇത് വാർത്ത ബിഗ് ബോസ് പറയുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ അവിടെ പൂക്കളം ഇടുന്നു, അനീഷ് ചെരുപ്പിട്ടുണ്ടെന്നും പറഞ്ഞു ഷാനവാസ് കോടന്നൂരുകാരെ പറപ്പിക്കുക. ഇതേ ഉള്ള ഡയലോഗ്. കോടന്നൂരുകാരെ, ഒരു ദേശത്തെ ഒരു വ്യക്തിയെ പറയുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ദേശത്തെ പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോ കോടന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്രയോ സമ്പന്നരായ സംസ്കാര സമ്പന്നരായവര് കാണും. സമ്പന്നരെന്ന് വെച്ചാൽ ക്യാഷല്ല ഉദ്ദേശിച്ച്, സംസ്കാരത്തിലും അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ കൊണ്ടുമൊക്കെ മികച്ചതായിരിക്കും ആ ഒരു ഗ്രാമം. പക്ഷെ ആ ഒരു ഗ്രാമത്തെ അടക്കി ഈ ഷാനവാസ് പറഞ്ഞ എത്ര വിവരദോഷമാണ് ഇതിനകത്തിൽ. ഇപ്പൊ അനുവിനെ ഇന്നലെ രാത്രി ആദിലെ കളി തുടങ്ങിയിട്ടുണ്ട്. ബാത്റൂമിൽ പൂട്ടിയിട്ട വരെ സംഭവം നടന്നിട്ടുണ്ട്. ഈ അനുമോള് കാണിക്കുന്നത് അനുമോടെ യഥാർത്ഥ മുഖമാണെന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു ഡബിൾ ഫേസ് ആണ് അനുമോക്ക്. അനുമോളെ എപ്പോഴും കളിപ്പ് അനീഷിന്റെ വേറൊരു പതിപ്പാണ്. പക്ഷെ അനീഷ് കഴിയുന്നതും സംയമനം പാലിച്ച് ആളിച്ചിരി വിദ്യാഭ്യാസവും എഴുത്തുകാരനും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റികൾ അദ്ദേഹത്തിനുണ്ട്. നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഈ കയറി വന്ന ജിഷിനൊക്കെ വന്നപ്പോഴേ വന്ന് തമ്പുരാൻ കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അനീഷിന്റെ മുന്നിൽ ജിഷിനൊന്നും ഒന്നും ആകത്തില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അനുമോളെ യൂസ് ചെയ്യാൻ അപ്പാനി ചേരത്ത് കച്ച കെട്ടി ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടു, ഞാൻ ഇനി എന്ത് കണ്ടാലും പ്രതികരിക്കുമെന്ന്. അവന്റെ ധാരണ പ്രതികരിച്ച് ഇവനിവിടെ കിടന്ന് എത്രയോ പവർ എടുത്ത് കൂവി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ജനത്തിന്റെ വോട്ട് കിട്ടുമെന്നാണ്. അത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ നമ്പർ 1 വോട്ടിങ്ങിലെ അനുമോളാണ് നിൽക്കുന്നത്. എന്തിന്? രേണുസുതിക്കുള്ള വോട്ട് പോലും ഈ വാഴകൾക്കൊന്നും ഇല്ല. ഇവരൊക്കെ 8ഉം 10ഉം പൊസിഷനിലൊക്കെ പോകുന്നവരാണ്. അത് ഓനിയില്, അതുപോലെ ശൈത്യ, ഇവരൊക്കെ പുറത്തു പോകേണ്ട കുറെ. അതുപോലെ ഒരു സാബു മാൻ, ഇവൻ മാനാണോ മനുഷ്യനാണോ എനിക്കറിയത്തില്ല. ഒരു കഥയില്ല. ബിഗ് ബോസ് തന്നെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ചോദിച്ചപ്പോ ബിഗ് ബോസ് 20 സെക്കൻഡ് മാത്രമാണോ? അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, എനിക്ക് ഞാൻ സന്തോഷവാനായി, നീ ഇത്രയെങ്കിലും ഒന്ന് മൊഴിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ എന്തിനാ ബിഗ് ബോസ് ഇതിനകത്ത് നിർത്തുന്നത്? ഓണത്തിന് സദ്യ കൊടുത്ത് പറഞ്ഞു വണ്ടിക്കൂലിയും കൊടുത്ത്. ഏതായാലും ശരി, അനുമോള് സൂപ്പറായിട്ട് കയറി വരികയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും അനുമോടെ മുഖമല്ല കാണുന്നത്. അനുമോടെ ഒരു തന്ത്രമാണ്, കുതന്ത്രമാണ്. ഇത് ടോപ്പ് 5-ൽ വരാനുള്ള ഒരു കുതന്ത്രമായിട്ട് കാണാൻ പറ്റൂ. അനുമോള് നല്ല കുട്ടിയാണ്, നല്ല സപ്പോർട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന പരിപാടികളെല്ലാം ഇതിന്റെ ടാസ്കിന്റെ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രാറ്റജിയാണിത്. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.